എന്തായാലും ഞങ്ങളിവിടെ കട്ടൗട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്വേഷ പ്രസംഗം പാടില്ല എന്നുള്ള രീതിയിലാണ്. അത് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ള രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. വിദ്വേഷ പ്രസംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടായിരിക്കും ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം നടത്തുന്നത്. അത് എപ്പോഴും എവിടെ നടത്തിയാലും സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള നമ്മുടെ രാഹുൽ ഈശ്വർ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പോൾ അറിഞ്ഞതിൽ സൂചിപ്പിക്കാൻ നോക്കുകയാണ്. ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലെജിറ്റിമേറ്റ് ആയ ഒരു ഡിമാൻഡ് അല്ലേ? ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം AKMA എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്തത്. അപ്പോൾ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ, ഞങ്ങളുടെയൊക്കെ ശ്രീ അജിത് കുമാർജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാർ പേരെടുത്ത് പറയാൻ തെറ്റൊന്നുമില്ല. കമാൽ പാഷ സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, പകരം ബഷീർ സാറിൻ്റെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത്? ഇനി ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ അജിത് കുമാർജിയോ ജീമോൻജിയോട് ആരെങ്കിലും നാളെ ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് TV-യിൽ വന്നിരുന്ന് സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിലിടില്ലേ? നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങളെല്ലാം കണ്ടു കാണും, എല്ലാ ചാനലിലും ഇവിടുന്ന് പറയുകയാണ്, ഗത്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ്. ഷാരൻ യഥാർത്ഥത്തിൽ പുണ്യാളനൊന്നും അല്ലല്ലോ. ഷാരൻ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ്, മരിച്ചൊരാളെ അവഹേളിക്കുകയാണ്. മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പാഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ? TV-യിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൻ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്, ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി, ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു, കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാവരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിൻ്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയണല്ല, നിങ്ങളെല്ലാം TV ചാനൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ നിൽക്കുന്ന AKMA-ക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്?